നമസ്കാരം. ഡിജിറ്റൽ പേയ്മെന്റ് ഇന്ത്യയിൽ വലിയ രീതിയിൽ വ്യാപിച്ചു വരികയാണ്. പണം കൈമാറ്റം ചെയ്യുന്നതിന് രാജ്യത്തിലെ വൻകിട ചെറുകിട വ്യാപാരികളും ഉപയോക്താക്കളും ഗുണഭോക്താക്കളും യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിനെ അതായത് UPI ആശ്രയിക്കുന്നുണ്ട്. വ്യവസായ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയിലെ 84% പേരും ഡിജിറ്റൽ ഇടപാട് ദിനം പ്രതി നടത്തുന്നവരാണ്. UPI ബന്ധപ്പെട്ട ചില നിർണായക മാറ്റങ്ങൾ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ്. വിച്ഛേദിക്കപ്പെട്ടതോ സറണ്ടർ ചെയ്തതോ ആയ മൊബൈൽ നമ്പറുകൾ നീക്കം ചെയ്തുകൊണ്ട് ബാങ്കുകളും പേയ്മെന്റ് സേവന ദാതാക്കളും അവരുടെ പട്ടിക പുതുക്കണമെന്നതാണ് ഇതിൽ പ്രധാന നിബന്ധന. ബാങ്കുകൾ പതിവായി കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരുടെ ഡാറ്റാബേസ് പുതുക്കണം. ഇത് മൊബൈൽ നമ്പറുകൾ മൂലമുണ്ടാകുന്ന പിശകുകൾക്കുള്ള സാധ്യത കുറയ്ക്കുമെന്നാണ് NCPA സർക്കുലർ പറയുന്നത്. UPI ലൈറ്റുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളും ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. UPI ലൈറ്റ് പ്രവർത്തനരഹിതമാക്കാതെ തന്നെ ഉപയോക്താക്കൾക്ക് അവരുടെ UPI ലൈറ്റ് ബാലൻസ് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനാകും. ഇങ്ങനെ ഫണ്ട് പിൻവലിക്കാൻ പ്രാപ്തമാകുന്ന ട്രാൻസ്ഫർ ഔട്ട് എന്ന സേവനം ഏപ്രിൽ 1-ാം തീയതി മുതൽ ലഭ്യമാകും. നിലവിൽ UPI ലൈറ്റ് ഉപയോക്താക്കൾക്ക് അക്കൗണ്ടിൽ നിന്ന് വാലറ്റിലേക്ക് പണം ചേർക്കാൻ കഴിയും. പക്ഷെ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. ഇതിനായി UPI ലൈറ്റ് അക്കൗണ്ട് നിർജ്ജീവമാക്കണം. എന്നാൽ ട്രാൻസ്ഫർ ഔട്ട് വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉപയോക്താക്കൾക്ക് പണം അയക്കാം. ഇത് ചെറിയ പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കും. ഒരു UPI ലൈറ്റ് അക്കൗണ്ടിൽ നിന്ന് 6 മാസത്തേക്ക് ഒരു ഇടപാടും നടന്നില്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് നിഷ്ക്രിയമായി കണക്കാക്കുകയും ബാക്കി തുക ഉപയോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഈ നിയമം 2025 ജൂൺ 30-നകം നടപ്പിലാക്കും. കുറഞ്ഞ ചിലവിലുള്ള ദൈനംദിന ഇടപാടുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു അതിവേഗ പേയ്മെന്റ് UPI പേയ്മെന്റ് സേവനമാണ് UPI ലൈറ്റ്. 500 രൂപയിൽ താഴെയുള്ള ചെറിയ തുകകൾക്ക് പിൻ നമ്പർ ഇല്ലാതെ ഇടപാടുകൾ നടത്താൻ ഇത് അനുവദിക്കും. UPI ഇടപാടുകൾ 2021 മുതൽ 2024 വരെ 4.4 മടങ്ങാണ് വർദ്ധിച്ചത്. ഈ വർധനവ് പ്രതിവർഷം 172 ബില്യൺ ഇടപാടുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഇടപാടുകളെക്കാളും വാലറ്റ് ഇടപാടുകളെക്കാളും ആധിപത്യം ഡിജിറ്റൽ പേയ്മെന്റുകൾക്കാണ്. UPIയിൽ 30 ദശലക്ഷത്തിലധികം വ്യാപാരികൾ ഉള്ളതിനാൽ തന്നെ മെർച്ചന്റ് ടു കൺസ്യൂമർ വിഭാഗത്തിൽ 67% പ്രതിവർഷം വളരുന്നുണ്ട്. ഇത് പിയർ ടു പിയർ ഇടപാടുകളെ മറികടന്ന് പ്രാഥമിക റീറ്റെയിൽ പേയ്മെന്റ് സംവിധാനത്തിലേക്കുള്ള ഡിജിറ്റൽ പേയ്മെന്റിന്റെ പരിവർത്തനത്തെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ UPI എന്നത് ദൈനംദിന ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി തന്നെ മാറിയിട്ടുണ്ട്. ചെറിയ കടകൾ മുതൽ വലിയ ഷോപ്പിങ്ങുകൾ വരെ UPI പണമിടപാടാണ് കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത്. ഇതിനിടെ സ്വിച്ച് ഓഫ് ആവുന്ന ഫോണും ഇന്റർനെറ്റ് ഇല്ലാത്തതുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി തരാറുമുണ്ട്. എന്നാൽ ഇന്റർനെറ്റ് ഇല്ലാതെയും UPI പണമിടപാട് ഇപ്പോൾ നടത്താനാകും. ഇന്റർനെറ്റ് ഇല്ലാതെയും UPI പണമിടപാട് സാധ്യമാക്കുന്ന സംവിധാനത്തിന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയിരുന്നു.